ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹൃദയ അനീഷ്. ആക്ച്വലി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. എന്തായാലും മനസ്സിലായി കാണാലോ, പനിപ്പൂരി. കുറെ പൂരികളുണ്ട്, പാനിപ്പൂരി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം പാനിപ്പൂരി മസാലപ്പൂരിയാണ്. മസാലപ്പൂരി ഉണ്ടാക്കണത് എങ്ങനെയാ എനിക്കറിയില്ല, പാനിപ്പൂരി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ യൂട്യൂബും അങ്ങനെ കുറച്ച് റെസിപ്പീസ് ഒക്കെ നോക്കി അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുക്കർ വിസിലടിക്കും മിക്കവാറും പെട്ടെന്ന്. അപ്പോൾ എന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ, ചാറ്റ് മസാല, പിന്നെ പൂരിയുടെ റെഡിമെയ്ഡ് പൂരിയിലെ അതുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. അപ്പൊ ഞാൻ ഇവിടെ സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ബോയിൽ ചെയ്യണം, പിന്നെ എന്താ ശർക്കരപ്പാനി, പുളിവെള്ളം, പിന്നെ മല്ലിച്ചപ്പും പുതിനയും കുറച്ച് പച്ചമുളകും, ഒരു പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു. നമ്മൾ പൊട്ടറ്റോ ഒരു 3 വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നമുക്ക് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ചാറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഉള്ളി, മല്ലിച്ചപ്പില്ലേ, അതെല്ലാം കൂടെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളി മാറ്റി വെക്കണം. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്താൽ എല്ലാം നല്ല അതായിട്ട് പിടിച്ചിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, കുറച്ചൊന്ന് സെറ്റാവട്ടെ. പിന്നെ ആ ഒരു സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മളെ പാനി റെഡിയാക്കാം. ഞാൻ ഇവിടെ ശർക്കര വെള്ളവും പിന്നെ പുളി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച്, അപ്പോൾ അത് രണ്ടും അരിച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, പിന്നെ ചാറ്റ് മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റാണോ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് അത് മാറ്റിയേക്കാം. പിന്നെ അടുത്ത് നമ്മളെ മല്ലിവെള്ളത്തിന് പുതിനച്ചപ്പും മല്ലിച്ചപ്പും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം യൂസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇതേപോലെ തന്നെ ചാറ്റ് മസാലയും, പിന്നെ കുറച്ചൊന്ന് എരിവോ എന്തെങ്കിലും കുത്തലുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പുളിവെള്ളവും ശർക്കരയില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം അപ്പോൾ ഒരു മധുരവും പുളിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൂരി ഇനി ഉണ്ടാക്കാൻ പോവാണ്. ബാക്കി രണ്ട് പാനി ഉണ്ടാക്കി, ആ ഉള്ളിൽ വെക്കണ പൊട്ടറ്റോൻ്റെ അത് ഉണ്ടാക്കി. വേറൊന്നും ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി പൂരി ഒന്നും ഉണ്ടാക്കണം. പാന് ചൂടാവുണ്ട്. ചിലപ്പോൾ അമ്മ വന്നിട്ട് അറിയും അടുക്കള കയറിയ ഉള്ള സാധനം മൊത്തം തീർത്തിടുന്നു. കാരണം എനിക്കെന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒരു 10-15 പാത്രങ്ങൾ ഉപയോഗിക്കണം, ആ ഒരു ശീലം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ അതുപോലെ കഴുകി വെക്കും. പക്ഷെ എനിക്ക് കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി കാണണം, എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കട്ടെ. ഇതാണ് നമ്മുടെ പൂരി. ചെറിയ സാധനം പൊങ്ങി വരും, ഞാൻ കാണിച്ചു തരാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമ്മളെ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ബ്രൗൺ കളറാക്കണ്ട, കരിയാതെ നോക്കണം, കാരണം പെട്ടെന്ന് പൊങ്ങി വരും അത്. അപ്പോൾ ഞാൻ ഇവിടെ 5 ഉണ്ടാക്കിയ എല്ലാത്തിനും നടുവിൽ ഹോൾ വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോൻ്റെ ഫില്ലിങ് എല്ലാത്തിലും വെച്ച് കൊടുക്കാം. കാരണം പെട്ടെന്ന് തന്നെ കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോളാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എല്ലാത്തിനും ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഉള്ളി അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ തന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഒന്ന് പൗഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ പാനി ഒഴിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ജസ്റ്റ് സാധാരണ മുക്കി കഴിക്കണേ ഞാനിവിടെ ഓരോന്നിൻ്റെ മേളിലേക്ക് കുറച്ച് പാനി ഇങ്ങനെ ഫസ്റ്റ് മറ്റേ നമ്മളെ ശർക്കര പനിയുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ മറ്റേ മല്ലിപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്തുനിന്ന് വാങ്ങുന്നേക്കാൾ അത്ര വരത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്നേ കഴിച്ചു. നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രഞ്ചായിട്ട് ഉള്ളിയൊക്കെ ഇട്ടില്ല, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ബാക്കിയോടെ ഉണ്ടാക്കി കഴിക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് പറ്റും. പൂരി ഇല്ലെങ്കിൽ സാധാ നോർമൽ ചപ്പാത്തിക്ക് ആക്കത്തില്ലേ, അതുപോലെ എന്തോ ആക്കാൻ പറ്റുന്ന തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ എത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.